Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ എപ്പോഴത്തെയും പോലെ വെറുമൊരു റെസിപ്പി വീഡിയോ മാത്രമായിട്ടല്ല വന്നിട്ടുള്ളത്. ചെറിയൊരു ഇഫ്താർ വ്ലോഗാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. റമദാനിലെ എൻ്റെ ഒരു ദിവസം. ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കണ്ട് നോക്ക്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ 2 റെസിപ്പീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലു ടിക്കി എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്കും പിന്നെ പൈനാപ്പിൾ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നാൽ പിന്നെ ഞാൻ കുറച്ച് വൈകി എണീക്കുക. എണീച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വരാന്തയിൽ പോയി കുറച്ച് സമയം വെറുതെ നോക്കിയിരിക്കും. സ്കൂളൊക്കെ ഉള്ള ടൈമാണെങ്കിൽ പിന്നെ കിച്ചണിലേക്ക് ഒരു ഓട്ടോ ഓടുക. കുട്ടികളൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങുക. പിന്നെ ന്യൂസ് പേപ്പർ കണ്ടാൽ അതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം വായിക്കും. ഫുള്ളായിട്ട് വായിക്കാനൊന്നും നിൽക്കില്ല. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൂഡ് ഓഫ് ആയി പോവും. അങ്ങനത്തെ വാർത്തകളാണല്ലോ ഇപ്പോൾ വരുന്നത്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് പോയി ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാനിട്ടു. സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ ക്ലീനിങ് ഒക്കെ മോളാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഒറോട്ടിക്ക് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോറി നിസ്കാരത്തിന് മുമ്പായിട്ട് അരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ച് വെക്കും. പിന്നെ ഇറച്ചി മീനൊക്കെ മുറിക്കാനുണ്ടെങ്കിൽ മുറിച്ചൊക്കെ കറിയൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. ചില സമയത്ത് മുറിച്ച് ക്ലീനാക്കി വെക്കും. പിന്നീട് അസറിന് ശേഷം കറി വെക്കും. അപ്പോൾ ഒറോട്ടിക്ക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്. ഒറോട്ടിയുടെ കൂടെ കഴിക്കാൻ ഞാനിന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കരിവേപ്പില പറിക്കാനൊന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഇന്ന് മുട്ട ആണ വെച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തലശ്ശേരിയിലെ ഒരു നാടൻ കറിയാണിത്. ഒറോട്ടിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിൻ്റെ കൂടെ മീൻ വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടി മിക്സാക്കി ഒറോട്ടിയുടെ കൂടെ കഴിക്കാൻ. പക്ഷേ മീനിപ്പോൾ ഇടയ്ക്കൊക്കെ അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അസറിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുക. അസറിന് ശേഷം ഞാൻ കഞ്ഞി ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് കഞ്ഞി. ഇത് ചെറുപയർ കഞ്ഞിയാണ്. ചെറുപയറും നേരിയരിയും കൂടി വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിൽ ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്താണ് തേങ്ങാപ്പാൽ എടുക്കുക. ഇതൊക്കെ ഏകദേശം എല്ലാവരും ഉണ്ടാക്കുന്ന കഞ്ഞി തന്നെ ആയിരിക്കും. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യും. ഇപ്പോൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറോട്ടിക്ക് അരച്ച് വെച്ച അരിയൊക്കെ ഒന്ന് പരത്തി റെഡിയാക്കി വെക്കുകയാണ് ചുടാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ തന്നെ ചുട്ട് വെക്കും. കുറച്ച് പണിയൊക്കെ ഉള്ള അപ്പങ്ങളാണെങ്കിൽ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചുട്ടെടുക്കുക. ചൂടോടെ കഴിക്കാനാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചുട്ടെടുക്കും. ഒറോട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. ഒറോട്ടി ഇതുപോലെ മൂടി വെച്ച് ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ ഒറോട്ടി ഉണ്ടാക്കുക. അതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. കുറച്ച് കട്ടി കൂടുമ്പോൾ അത് കുറേ സമയം എടുക്കും ചുട്ടെടുക്കാൻ. അപ്പോൾ ഒറോട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കാണിക്കാം. ഞാനിപ്പോൾ ചെയ്തു വെച്ചതാണ്. നമ്മൾ സാധാരണ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ദിക്റുകൾ ധാരാളം ചൊല്ലിയാൽ നല്ല കൂലിയല്ലേ. പക്ഷെ ആർക്കും അത് ചൊല്ലാൻ പറ്റാറില്ല, മറന്നു പോവും. അപ്പോൾ ഇതുപോലെ ടൈൽസിൽ നമ്മൾ കൂടുതൽ നിൽക്കുന്ന കിച്ചണിൽ നിൽക്കുന്ന ഭാഗത്ത് ടൈൽസിലോ മറ്റോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും മറന്നു പോയി ചൊല്ലാൻ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ഓർമ്മ വന്നത് ചൊല്ലാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഞാൻ സ്നാക്ക് റെഡിയാക്കാൻ പോവാണ്. ഞാനിവിടെ 3 വേവിച്ച പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കുക. പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. പൊട്ടറ്റോ വേവിക്കാനുള്ള ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ പൊട്ടറ്റോ വേവിച്ചത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയ്ക്ക് പകരം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കണം. ഒരു സ്ലൈസ് മതിയാവും. ഇതുപോലെ നന്നായി കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ചേർത്താണ് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ വീഡിയോ എടുക്കുന്നതിനിടയിൽ എനിക്ക് അരിപ്പൊടി ചേർക്കാൻ മറന്നുപോയി. കുഴച്ചെടുത്തതിന് ശേഷം ഓർമ്മ വരുന്നത്. അപ്പോഴാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് തന്നെ പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പച്ചരിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു സൈസിലുള്ള 3 പൊട്ടറ്റോക്ക് 2 ടേബിൾ സ്പൂണ് കറക്റ്റ് അളവാണ്. അപ്പോൾ പൊട്ടറ്റോയുടെ അളവിനനുസരിച്ചാണ് പച്ചരിപ്പൊടി ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുമ്പോൾ അത് മനസ്സിലാവും. നല്ലൊരു കുഴച്ച് നല്ല പാകത്തിന് മാവ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ക്രിസ്പിയായി കിട്ടാനുമാണ് പച്ചരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ കൂടുതൽ എടുക്കുമ്പോൾ പച്ചരിപ്പൊടിയും കൂടുതൽ എടുക്കുക. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുണ്ട് 2 ടേബിൾ സ്പൂണ്. അപ്പോൾ നന്നായി പച്ചരിപ്പൊടിയും ചേർത്ത് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവി ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം. കൈവെള്ളയിൽ വെച്ചും പരത്താം, ഇല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്ലേറ്റിൽ വെച്ച് ഷേപ്പാക്കി കൊടുക്കാം. സൈഡിൽ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു പരിപ്പ് വട പോലെ ആയിപ്പോവും ഷേപ്പ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. നിങ്ങളുടെ അടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ച് ഇതുപോലെ പരത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്യാം. ചെറുത് രീതിയിലാണെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യാം. കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബോൾസൊക്കെ പരത്തിയെടുക്കാം. എനിക്കിപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കാനാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. പ്ലേറ്റിൽ വെച്ച് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാൻ ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ മോള് ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പിനടുത്ത് പൈനാപ്പിൾ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ചെറിയ പഴം ചേർത്തിട്ടുള്ള ഒരു മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പഴം ചേർത്ത് ജ്യൂസ് അടിച്ചാൽ. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചൊഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പൈനാപ്പിൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞല്ലേ ഇരിക്കുക, വെള്ളം പോലെ. പക്ഷെ പഴം ചേർത്താൽ നല്ലൊരു കട്ടിയും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അതിനിടയിൽ എൻ്റെ ചെറിയ മോനെ ഞാൻ ചെടി നനക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നോമ്പായതിനു ശേഷം ഇവനാണ് ഈ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഞാനാണ് നനക്കാറ്. ഇവനും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ. ഭയങ്കര ആഗ്രഹമായിട്ട് തുടങ്ങിയതാണ്. ചെറുതായി വരയ്ക്കുകയും ക്രാഫ്റ്റൊക്കെ ചെയ്യും. പിന്നെ അതുകൊണ്ട് ഇപ്പം അടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ചാനൽ. സെയ്യാൻസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് അവൻ്റെ ചാനൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോഴേക്കും മോളെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അവൾ ചെറിയ ഷേപ്പിലൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള സ്നാക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ പരന്ന ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതുപോലെ കുറേ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മറിച്ചിടാൻ എളുപ്പമാണ്. കുഴിയുള്ള പാത്രം ആകുമ്പോൾ ഈ കട്ട്ലറ്റ് അതുപോലെ ഇതുപോലുള്ള സ്നാക്കൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മറിച്ചിട്ട് കൊടുക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു കളറിൽ നല്ല മുരിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ച്.
അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാൻ. സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കോരി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ സ്നാക്കൊക്കെ ഇവിടെ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി വന്നിട്ടുണ്ട്. ടേബിളിൽ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഉള്ള ഫ്രൂട്ട്സ് എന്താണോ അത് കട്ട് ചെയ്ത് ഇതുപോലെ ഒരേ പാത്രത്തിൽ തന്നെ വെക്കാറാണ് പതിവ്. എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ഓരോ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. ഈന്തപ്പഴം അതിൽ തന്നെ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്രയോ പാത്രം കുറഞ്ഞ് കിട്ടും. നോമ്പിൻ്റെ സമയത്ത് ധാരാളം പാത്രങ്ങളാണല്ലോ കഴുകാനുണ്ടാകുക. അപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ വെള്ളവും ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. ആദ്യം വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ജ്യൂസ് കുടിക്കുക. അങ്ങനെയാണ് നല്ലതെന്നാണ് പറയുന്നത്. ആദ്യം വെള്ളം കുടിച്ചതിന് ശേഷം ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ സ്നാക്കൊന്നും കഴിക്കില്ല, ഫ്രൂട്ട്സും ജ്യൂസും മാത്രമേ കഴിക്കൂ. പിന്നെ നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്നാക്കും കഞ്ഞിയൊക്കെ കുടിക്കുക. അപ്പോൾ നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അപ്പോൾ കഞ്ഞിയും ചായയും സ്നാക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും കഴിച്ച് തറാവിയ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുത്തായത്തിൻ്റെത് കഴിക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. നോമ്പ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതല്ലേ, നോമ്പ് തീരാറായി. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഇഫ്താർ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്